ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ മോഡ്യൂളായ ഫ്ലഡ് ലൈറ്റിംഗ് ആണ്. ആ ഫ്ലഡ് ലൈറ്റിങ്ങിന്റെ പർപ്പസ്, അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നോർമലി ഒരു ലാർജ് സർഫസിലേക്ക് ലൈറ്റ് ഫ്ലഡ് ചെയ്ത് നിൽക്കുക, ആ ഒരു ടൈപ്പ് ലൈറ്റിങ്ങിനാണ് നമ്മൾ ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എസ്തെറ്റിക് ഫ്ലഡ് ലൈറ്റിംഗ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ഫ്ലഡ് ലൈറ്റിംഗ് ഉണ്ട്, അഡ്വർടൈസിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എസ്തെറ്റിക് ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ ആ ഫെസ്റ്റിവൽ ഒക്കേഷനിലൊക്കെ നമുക്കൊരു ബ്യൂട്ടി, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എസ്തെറ്റിക് ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. പബ്ലിക് പ്ലേസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഴയകാലങ്ങളിലെ ബിൽഡിംഗ്, ഏൻഷ്യൻ ബിൽഡിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്, റിലീജിയസ് ബിൽഡിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ടൈപ്പാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ഫ്ലഡ് ലൈറ്റിംഗ്. ആ ഒരു അവിടെ നമ്മളെ റെയിൽവേ യാർഡ്സ് ഒക്കെ ലൈറ്റിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ, സ്പോർട്സ് സ്റ്റേഡിയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാർ പാർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, കോറീസ്, അവിടെയെല്ലാം നമ്മൾ ലാർജ് ഏരിയയിലേക്ക് നമ്മൾ ലൈറ്റ് നല്ല ഫ്ലഡ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലഡ് ലൈറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഡ്വർടൈസിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിങ് പർപ്പസിന് ആ ബോർഡ്സ് ഒക്കെ നമ്മൾ ഇലൂമിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി, അത് നല്ല പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഫ്ലഡ് ലൈറ്റിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലഡ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന പ്രൊജക്ടേഴ്സ്, ഓക്കെ, ഫ്ലഡ് ലൈറ്റ് റിഫ്ലക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ഹൗസിംഗ് യൂസ്ഡ് ഫോർ കോൺസെൻട്രേറ്റിംഗ് ദ ലൈറ്റ് ഇൻറ്റു നാരോ ബീം. ഒരു നാരോ ബീമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റിഫ്ലക്ടേഴ്സും അതിൻ്റെ ഹൗസിംഗ് കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റിമോട്ട് ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, കാരണം അത് റോബസ്റ്റ് ആണ്, വെതർ പ്രൂഫ് ആണ്, നമ്മൾ റിമോട്ട് ഏരിയയിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് നോർമലി മെയ്ഡ് ഓഫ് സിൽവേർഡ് ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ക്രോമിയം സ്റ്റീൽ, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ സിൽവേർഡ് ഗ്ലാസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 90% എഫിഷ്യൻസി ഉണ്ട്. പോളിഷ്ഡ് ആയിട്ടുള്ള മെറ്റൽ ആണെങ്കിൽ എത്ര 75% എഫിഷ്യൻസിയാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ നോർമൽ, അതുകൊണ്ട് നമ്മൾ ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ബീമിന്റെ ഇൻക്ലിനേഷൻ, ഓക്കെ, ഇൻക്ലിനേഷൻ ഓഫ് ബീം ഈസ് വേരിയഡ് ഇൻ വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടൽ ഡയറക്ഷൻ. അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടൽ ഡയറക്ഷൻ വേരി ചെയ്യുന്നുണ്ട്. 500 വാട്ട്സ് ഓഫ് ഓർ 1000 വാട്ട്, 500 വാട്ട്സ് അല്ലെങ്കിൽ 1000 വാട്ട്, ആ ഒരു റേഞ്ചിലുള്ള ലാംപ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും വാട്ടേജ് ഉള്ള ലാംപ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വെന്റിലേഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊജക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ എങ്ങനെ ബീം സ്പ്രെഡിന്റെ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ബീം സ്പ്രെഡ് വി ആർ ക്ലാസിഫൈഡ് ഇൻടു മെയിൻലി 3 categories. First one is narrow beam projectors, the second one is medium beam projectors, and third one is wide angle projectors. Okay, and the beam spread range നമുക്ക് നോക്കാം. In narrow beam projectors the beam spread is 12 to 25 degree and it is used distance beyond 70 meters. The second one, the medium beam projectors, that is beam spread is 25 to 40 degree and it is used in the distance between 30 to 70 meter. Third one, wide angle projectors. In wide angle projectors the beam spread is 40 to 90 degree and it is used in the distance below 30 meter. Okay, by this table we can analyze that the usage of that distance and the beam spread. Okay, ആ 12 to ആംഗിൾ കുറയുന്നതിനനുസരിച്ച്, ബീം സ്പ്രെഡിന്റെ ആംഗിൾ കുറയുന്നതിനനുസരിച്ച് നമ്മൾ യൂസേജ് ഡിസ്റ്റൻസ് നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മളെ മൗണ്ടിങ്ങിന്റെ പ്രൊജക്ടേഴ്സ് മൗണ്ട് ചെയ്യുന്നതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ ABCD ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഒരു ടൈപ്പാണ് സിമെട്രിക് പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് ലൈറ്റ് വേണ്ടതെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു ബിൽഡിങ്ങിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമെട്രിക് പ്രൊജക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കെപ്റ്റ് 20 to 35 meter away from the surface to be floodlighted. To provide approximately parallel beam with beam spread of 35 to 40 or 30-35 degree beam spread. ഓക്കെ, നമ്മൾ ഏത് ബിൽഡിങ്ങിലേക്കാണ് വേണ്ട അതിന് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലേക്കായിരിക്കും വെക്കുന്നത്. അത് വെക്കുന്നത് ആ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന്റെ ടോപ്പിലായിട്ടായിരിക്കും വെക്കുന്നത്. നെക്സ്റ്റ് വേറൊരു കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി വരുന്നത് നമ്മള് ബീം എന്ന് പറയുന്നത് ഒരു striking the surface at an angle
ഗ്രേറ്റർ ദാൻ ഓർ അതർ ദാൻ 90 ഡിഗ്രി, അതർ ദാൻ 90 ഡിഗ്രിയിൽ വരുന്നത് ഈ സിമെട്രിക് ആകുമ്പോൾ ഒരു 90 ഡിഗ്രി ആ ഒരു യൂണിഫോമിറ്റിയിലായിരിക്കും കിട്ടുന്നത്. അതർ ദാൻ 90 ഡിഗ്രിയിൽ വരുന്ന ബീം സ്പ്രെഡ് ഉണ്ട്. ഫിഗറിൽ അത് അല്ല ഉള്ളത്. ഫിഗറിൽ ഉള്ളത് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പാണ്. അത് നമ്മൾ ഓപ്പോസിറ്റ് ബിൽഡിംഗ് അല്ല, ഒരു പോളോ അല്ലെങ്കിൽ ഒരു ബേസ്മെന്റോ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ലാമ്പ് വയ്ക്കുന്നുണ്ട്. അൺസിമെട്രിക്കൽ റിഫ്ലക്റ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ ബേസ്മെന്റ് ഏരിയ ഓർ ഓൺ എ ബ്രാക്കറ്റ് അറ്റാച്ച്ഡ് ടു ബിൽഡിംഗ്. നോൺ ബിൽഡിംഗ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ ബിൽഡിംഗ് വേറൊരു ബിൽഡിങ്ങിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾക്ക് അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബിൽഡിംഗ് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. പിന്നെ ആ ബിൽഡിങ്ങിനകത്ത് ഇത് വെക്കുന്നത് ഈ ഫസ്റ്റ് ഈ ഒരു കേസിനാണ്. ഓക്കെ, അവിടെ ആ ലാമ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ, ഇവിടെ ആകുമ്പോൾ നമ്മളൊരു പോള് അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പാണുള്ളത്. അടുത്തൊരു ടൈപ്പാണ് പറയുന്നത് നമ്മൾ ബേസ്മെന്റിലോ പോളിലോ ഒന്നും വയ്ക്കാത്ത തറയിൽ തന്നെ വെച്ച്, നമുക്കറിയാം സ്റ്റാച്യു നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, തറയിൽ നിന്ന് തന്നെ ഫ്ലഡ് ലൈറ്റ് അടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് നമ്മൾ സ്റ്റാച്യു അല്ലെങ്കിൽ ബിൽഡിംഗ് അതിനെയൊക്കെ നമുക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് ഉണ്ട്. ഇതിൽ 2 കാറ്റഗറിയുടെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ഫസ്റ്റ് വന്ന് വേസ്റ്റ് ലൈറ്റ് ഫാക്ടർ. വേസ്റ്റ് ലൈറ്റ് ഫാക്ടർ നമ്മൾ പ്രോബ്ലത്തിലേക്കാണെങ്കിൽ WLF എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ വേസ്റ്റ് ലൈറ്റ് ഫാക്ടർ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ, നമ്മളൊരു സ്റ്റേഡിയം യൂസ് ചെയ്യുമ്പോൾ സ്റ്റേഡിയത്തിനകത്ത് ചുറ്റും നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റുകൾ ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ലൈറ്റ് വന്ന് അടിക്കുന്നുണ്ട്, പക്ഷെ അത് ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഓവർലാപ്പ് ചെയ്യുന്ന പോകുന്ന ലൈറ്റ് നമുക്ക് യൂസ്ഫുൾ ഇല്ല, നമുക്കൊരു യൂസും ഇല്ലാതെ പോകുന്നതാണ്. ഓക്കെ, അതാണ് വേസ്റ്റ് ആയി പോകുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, when light is illuminated by multiple sources, the amount of light wasted on account of overlapping and falling of light beyond the edges of the area to be illuminated. Okay, അത് ഓവർലാപ്പ് ചെയ്ത് പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വേസ്റ്റേജ് ഉള്ളത് കൊണ്ട് നമ്മൾ തിയററ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും 2 വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റെക്ടാങ്കുലർ ഏരിയാസിലാണെങ്കിൽ നമ്മൾ 1.2 ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. WLF വേസ്റ്റ് ലൈറ്റ് ഫാക്ടർ. വേസ്റ്റ് ലൈറ്റ് ഫാക്ടർ പ്രോബ്ലത്തിൽ എടുത്ത് ചോദിച്ചില്ലെങ്കിൽ റെക്ടാങ്കുലർ ഏരിയാസ് ആണെങ്കിൽ നമ്മൾ 1.2 യൂസ് ചെയ്യും. ഇറഗുലർ ഏരിയാസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂസ് അല്ലെങ്കിൽ മോണുമെന്റ്സിലാണെങ്കിൽ നമ്മൾ 1.5 ആണ് യൂസ് ചെയ്യുന്നത്. WLF അതായത് വേസ്റ്റ് ലൈറ്റ് ഫാക്ടർ. തന്നിട്ടില്ലെങ്കിൽ റെക്ടാങ്കുലർ ഏരിയസിന് 1.2ഉം ഇറഗുലർ ഏരിയസിന് 1.5 ആണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിപ്രിസിയേഷൻ ഫാക്ടർ. ഡിപ്രിസിയേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇലുമിനേഷൻ അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ടു ദ ഇലുമിനേഷൻ അണ്ടർ നോർമൽ കണ്ടീഷൻ. നമ്മൾ മേടിച്ച് ഒരു ഡർട്ടും ഇല്ലാത്ത ടൈമിലുള്ള ഇലുമിനേഷനും നോർമൽ യൂസേജ് ഡർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ആ ഇലുമിനേഷൻ നമ്മളുള്ള റേഷ്യോ ആണ് ഡിപ്രിസിയേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഡർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ലൈറ്റ് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യണം. ഒരു യൂണിഫോമിറ്റി ആയിട്ട് ലൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ ലൈറ്റ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യണം. റെഗുലർ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബീം ലൂമൻസ് ടു ലാംപ് ലൂമൻസ്. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞാൽ എല്ലാ ലൈറ്റും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരണമെന്നില്ല. കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആ റിഫ്ലക്റ്റേഴ്സിലും ഫ്രണ്ട് ഗ്ലാസ്സിലൊക്കെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ടോട്ടൽ ആ ലൈറ്റിൽ നിന്ന് വരുന്ന ലാമ്പിന്റെ ഔട്ട്പുട്ടും ഇതിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത്, അതായത് സർഫസി ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൂമൻസ് നമ്മളുള്ള റേഷ്യോ ആണെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീം ഫാക്ടർ എന്ന് പറയുന്നത്. അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.3 to 0.5 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മളെ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഉള്ള കുറച്ചുകൂടെ കുറച്ച് ടേംസ് ആണ് കളർ റെൻഡറിങ് ഇൻഡെക്സ്. നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കളർ റെൻഡറിങ് ഇൻഡെക്സ് അഥവാ CRI എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മളൊരു ഡേ ലൈറ്റിൽ എങ്ങനെയാണോ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു ലൈറ്റിനിടയിൽ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഇൻഡെക്സ് ആണ് പറയുന്നത് കളർ റെൻഡറിങ് ഇൻഡെക്സ് ആണ്. ചിലപ്പോൾ നമ്മൾ വേറെ ലാംപ്സ് യൂസ് ചെയ്യുമ്പോൾ ആ വെട്ടം കാരണം ഒബ്ജക്റ്റിന്റെ ഒറിജിനൽ കളർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്, അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ ഡേ ലൈറ്റും ആ ലൈറ്റിൽ നിന്നുള്ള ആ ലാമ്പിൽ നിന്നുള്ള ലൈറ്റും നമ്മളൊരു കമ്പാരിസൺ, അതാണ് നമ്മളെ കളർ റെൻഡറിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, CRI എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് നമ്മളെ ഡർട്ടി ഡിപ്രിസിയേഷൻ. ഓക്കെ, ഡർട്ടി ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഡർട്ട്
ഡേർട്ടും ഡസ്റ്റും കാര്യങ്ങളും എല്ലാം കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫ്ലഡ് ലൈറ്റിന്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. ലൂമൻ ഔട്ട്പുട്ട്, ഫ്ലഡ് ലൈറ്റ് എന്നുള്ള ലൂമൻ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഫ്ലഡ് ലൈറ്റിന്റെ സർഫസിലും ഗ്ലാസ് സർഫസിലൊക്കെ അടിഞ്ഞുകൂടുന്ന ഡെർട്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ലോ പൊല്യൂഷൻ, മീഡിയം പൊല്യൂഷൻ, ഹൈ പൊല്യൂഷൻ. ലോ പൊല്യൂഷൻ വരുന്നത് നമ്മുടെ റൂറൽ ഏരിയാസിലാണ്. ഗ്ലാസ് സർഫസിലൊക്കെ പൊല്യൂഷൻ കാരണം അല്ലെങ്കിൽ ഡെർട്ട് ഡസ്റ്റും കാര്യങ്ങളും അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. മീഡിയം പൊല്യൂഷൻ എന്ന് പറയുന്നത് സെമി അർബൻ ഏരിയാസിലാണ്. ഹൈ പൊല്യൂട്ടഡ് ആയിട്ട് വരുന്നത് ലാർജ് അർബൻ ഏരിയാസിലാണ് നമ്മളിത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ റെഗുലർ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് നമ്മൾ ഡെർട്ടി ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്നത് ലോ പൊല്യൂട്ടൻ ഏരിയയിൽ 8 to 10%, 8 മുതൽ 10% വരെയും, മീഡിയം പൊല്യൂഷൻ ഏരിയാസിൽ 10 to 14%, ഹൈ പൊല്യൂട്ടഡ് ഏരിയാസിൽ 12 to 16%, അല്ലെങ്കിൽ 14 to 16%ലേക്കാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെർട്ടി ഡിപ്രീസിയേഷന്റെ കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ് കൊണ്ടുവന്നത് ഗ്ലെയർ റേറ്റിംഗ് ആണ്. ഇപ്പൊ ഗ്ലെയർ അറിയാം, ഗ്ലെയർ നമുക്ക് ഒരുപാട് വരികയാണെങ്കിൽ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലഡ് ലൈറ്റിന്റെ ഗ്ലെയർ കൂടുതലാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഉള്ള കളിക്കാർക്ക് അത് വളരെ ഒരു ഡിസ്കംഫേർട്ട് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഗ്ലെയർ മെഷർ ചെയ്യുന്നതിന്റെ ഒരു റേറ്റിംഗ് ആണ് ഗ്ലെയർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അത് നോർമലി നമ്മൾ 0 to 100 റേറ്റിംഗിലാണ് വരുന്നത്. മാക്സിമം വാല്യൂ 50 ആയിരിക്കും. ആ 50 കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതൊരു നമുക്ക് വളരെ ഡിസ്കംഫേർട്ട് രീതിയിലേക്കാണ് എത്തുന്നത്. ഡിഫറെന്റ് ഗ്ലെയർ റേറ്റിംഗ്സ് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ അൺനോട്ടീസബിൾ, 30 ആണെങ്കിൽ അത് ഗ്ലെയർ റേറ്റിംഗിനനുസരിച്ചാണ്. 30 ആണെങ്കിൽ ഇത് നോട്ടീസബിൾ ആണ്, 50 ആണെങ്കിൽ ജസ്റ്റ് അഡ്മിസിബിൾ ആണ്, 70 ആണെങ്കിൽ ഡിസ്റ്റർബിങ്ങും, 90 ആണെങ്കിൽ ഒരു നമുക്ക് അത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാറ്റഗറിയിലേക്ക് പെടുന്നതേ അല്ല. 90 ആണ് ഗ്ലെയർ റേറ്റിംഗ് എന്ന് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. യൂണിഫോമിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മിനിമം ഇലൂമിനൻസ് ടു ദി ആവറേജ് ഇലൂമിനൻസ്. അതാണ് നമ്മൾ യൂണിഫോമിറ്റി എന്ന് പറയുന്ന കാര്യം. ഇതെല്ലാം നമ്മളെ ടേംസ് ആണ് ഫ്ലഡ് ലൈറ്റിംഗുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട്, ഒരു ഇലൂമിനേഷൻ ലെവലിനനുസരിച്ച് നമ്മൾ ഗ്രൗണ്ടിനെ ഒരു 5 ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5 ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്ലെയർ റേറ്റിംഗ് എല്ലാം നമുക്ക് മാക്സിമം 50 ആണ്. 50-ന് മുകളിലേക്ക് നമ്മൾ ഗ്ലെയർ റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫ്ലഡ് ലൈറ്റിംഗുമായിട്ട് ഉള്ള കുറച്ച് ടേംസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. ക്വസ്റ്റ്യൻ: ദ ഫ്രണ്ട് ഓഫ് എ ബിൽഡിംഗ് 45 into 20 meter is illuminated by 20,000 watt lamps arranged so that uniform illumination on the surface is obtained. Assuming a luminance efficiency of 18 lumen per watt, UF is 0.4, WLF is 1.2 and DF is 1.3. Determine the illumination on the surface. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇലൂമിനേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉള്ളത് നമ്പർ ഓഫ് ലാംപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊജക്ടേഴ്സ്, ലാംപ്സ് അല്ല, നമ്പർ ഓഫ് പ്രൊജക്ടേഴ്സിന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ ആണ് n is equal to A into E into depreciation factor, that is DF into WLF, that is waste light factor, divided by utilization factor into wattage of lamp into luminous efficiency of the lamp. N എന്ന് പറയുന്ന number of projectors and A is the area of surface to be illuminated. E is the illumination level required in lumens per meter. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദി ഇലൂമിനേഷൻ ഓൺ ദി സർഫസ്. ഈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ആദ്യമേ തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. ഫസ്റ്റ് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓക്കെ, ഏരിയ എ തന്നിരിക്കുന്നത് 45 into 20 meter. 45 into 20 ആണ് ഏരിയ. n തന്നിട്ടുണ്ട് 20 നമ്പർ ആണ്. 20 നമ്പർ ഒരു ലാബിനാണ് 1000 വാട്ട് ഉള്ളത്. സോ 20 n is equal to 20. Then utilization factor is given. U is given 0.4
waste light factor WLF is also given 1.2. Depreciation factor is given, DF is equal to 1.3. Then we can return the equation n is equal to A into E into DF into WLF divided by UF into wattage of lamp into luminous efficiency. So values എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? n തന്നിട്ടുണ്ട്. സോ n പകരം നമുക്ക് n-ന്റെ വാല്യൂ 20 ഉണ്ട്, 45 ആണ്. ഓക്കെ, ഓക്കെ, ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 20 ഈക്വൽ ടു ഏരിയ 45 ഇൻറ്റു 20 ഇൻറ്റു ഇലുമിനേഷൻ നമുക്കറിയില്ല, ഇലുമിനേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ഇൻറ്റു ഡിപ്രിസിയേഷൻ ഫാക്ടർ 1.3, WLF 1.2 divided by utilization factor 0.4 into wattage of lamp 1000 അത് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്ത് എഴുതേണ്ടതാണ് wattage of lamp 1000 watt ആണ്. 1000 into luminous efficiency ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 18 തന്നിട്ടുണ്ട്, 18. സോ ഇത് നമ്മൾ ഈ കണ്ടുപിടിക്കുക, ഈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് E ഈക്വൽ ടു 20 into 0.4 into 1000 into 18 divided by 45 into 20 into 1.3 into 1. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഇനി നമുക്ക് 102.5 സംതിങ് ആ റേഞ്ചാണ് നമുക്ക് കിട്ടണം. ഓക്കെ, ഇലൂമിനേഷൻ 102.5. ഓക്കെ, അത് 102.56 എന്നുള്ള വാല്യൂ നമുക്ക് 56 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ, 102.56 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലം ആണ്. ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കുക, n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇതേപോലെ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ബിൽഡിംഗ് frontage 50 into 60 meter is to be illuminated by floodlighting projectors situated 25 meter away. If the illumination is 100 lux, utilization factor 0.5, depreciation factor 1.5, waste light factor 1.2. Estimate the number and size of projectors. Sketch the projectors projectors indicating the usual adjustment provided. Assume 1000 watt lamp with luminous efficiency 18 lumen per watt. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു എസ്റ്റിമേഷനും എത്ര നമ്പർ ഓഫ് ലാംപ്സ് വേണമെന്നുള്ള കാര്യവും അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 1000 വാട്ട് ലാമ്പാണ്, ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 18 ലൂമൻ പെർ വാട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യമേ ഗിവൺ ഡേറ്റാസ് ഒക്കെ എഴുതുക. ഗിവൺ ഡേറ്റാസ്, ഏരിയ തന്നിട്ടുണ്ട്,
A is equal to 50 into 16 U of 0.5 DF 1.5 WLF 1.2 wattage തന്നിട്ടുണ്ട് wattage of lamp is equal to 1000 luminance efficiency തന്നിട്ടുണ്ട് luminance efficiency 18 lumen per 18 lumen per watt എന്ന് തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്പർ നമ്പർ തന്നിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. n is equal to a into e into WLF into DF divided by UF into wattage of lamp into luminous efficiency. Okay. എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഏത് തന്നിട്ടുണ്ട് 50 into 16 into ഇലുമിനേഷൻ തന്നിട്ടുണ്ട് 100. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 എന്നുള്ള അക്കൗണ്ടാണ്. 16 ലാംപ്സ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ലാംപ്സ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് 16 ലാമ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് യൂണിഫോം ഇലുമിനേഷനാണ് വേണ്ടത്. ഓക്കെ, യൂണിഫോം ഇലുമിനേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓവർലാപ്പ് ചെയ്തൊക്കെ വേണ്ടി വരും. നേരത്തെ പറഞ്ഞാണ് യൂണിഫോം ഇലുമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡസ്റ്റും ഒക്കെ വന്നിട്ട് നമ്മൾ ലാംപ്സിൻ്റെ ഒക്കെ എഫിഷ്യൻസി കുറയും. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് ലാംപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 16 ലാംപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ 50 into 16 മീറ്റർ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ 2 ലെയറായിട്ട് 8 ലാംപ്സ് വെച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. 8 ലാംപ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, 8 ലാംപ്സ് 2 രീതിയിലുണ്ട്. 8 ലാമ്പ് വെച്ച് നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതൊരു 8 മീറ്ററും ഇതൊരു 8 മീറ്റർ ആണെങ്കിൽ ഇതിൽ ഓവർലാപ്പിങ് നമുക്ക് നടക്കത്തില്ല. സോ നമുക്ക് യൂണിഫോം ആയിട്ട് കറക്റ്റ് ആയിട്ടെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ 9 മീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, 9 മീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡയമീറ്റർ 9 ആയിരിക്കും. അപ്പം അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4.5 ആയിട്ട് മാറും. നമ്മളിനി ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആംഗിളും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ട് എത്ര ആംഗിളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് നോക്കാം. അപ്പം നമുക്ക് ആംഗിൾ എത്ര ഡിഗ്രിയിലാണ് വരുന്നത്, എത്ര ഡിഗ്രി വെക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതാണ്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 2 tan inverse r/d. വേറെ r എന്ന് പറയുന്നത് r ഈസ് ദ റേഡിയസ് ആണ് ആ പ്രൊജക്റ്റിൻ്റെ റേഡിയസ്. d എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളത്. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 25 മീറ്റർ ആണ്. 25 മീറ്റർ വരെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 9 മീറ്റർ എടുത്തതിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഓവർലാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ 8 മീറ്റർ ആണ് വെക്കുന്നതെങ്കിൽ. അപ്പം 8 മീറ്ററിനാണെങ്കിൽ ഇത് 8 മീറ്റർ, ഇത് അടുത്തത് കറക്റ്റ് 8 മീറ്റർ ആയിരിക്കും. അവിടെ ഒരു ഓവർലാപ്പിങ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമ്പിനെ കുറച്ചുകൂടെ ഒരു 9 മീറ്റർ ആയിട്ട് സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും ഇവിടെ ഒരു ഓവർലാപ്പിംഗ് ആയിരിക്കും. നമുക്ക് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ലൈറ്റിങ് കിട്ടും. ഓക്കെ, അപ്പം സോ റേഡിയസ് 6 എന്ന് പറയുന്ന എത്രയായിട്ട് മാറും? 4.5 ആയിട്ട് മാറും.
നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 4.5 ഡിവൈഡഡ് ബൈ 25 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. സോ അത് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20.4 ഈ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം 1000 വാട്ടിൽ പ്രൊജക്ടേഴ്സ് ഓഫ് 1000 വാട്ട് ഈച്ച് വിത്ത് ബീം ആംഗിൾ 20 ഡിഗ്രി. ഓക്കെ, ബീം ആംഗിൾ 20 ഡിഗ്രി ഉള്ള ബീം ആംഗിളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ബീം ആംഗിൾ ഓഫ് 20 ഡിഗ്രി, ബീം ആംഗിൾ ഓഫ് 20.40 20 ഡിഗ്രിയിലുള്ള 1000 വാട്ട് ലാംപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.